ലോകത്തിലെ ഏറ്റവും വിലയേറിയ പ്രാണിയാണ് സ്റ്റാഗ് വണ്ട്. ഈ വണ്ടിന്റെ ചില അപൂർവ ഇനങ്ങൾക്ക് 75 ലക്ഷം രൂപ വരെ വില ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ രൂപം, സാംസ്കാരിക മൂല്യം, അപൂർവത എന്നിവ കൊണ്ട് ഈ വണ്ട് ലോകമെമ്പാടുമുള്ള പ്രാണിസ്നേഹികളുടെ ഇടയിൽ വിലപ്പെട്ട സ്വത്തായി മാറി. 1200-ലധികം സ്പീഷീസുകൾ ഉൾപ്പെടുന്ന ലുക്കാനിഡെ കുടുംബത്തിൽപ്പെട്ടതാണ് സ്റ്റാഗ് വണ്ട്. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ വനങ്ങളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. ഇന്ത്യയിൽ അസം, അരുണാചൽ പ്രദേശ്, സിക്കിം, പശ്ചിമഘട്ടം എന്നിവിടങ്ങളിലെ ഇടതൂർന്ന വനങ്ങളിൽ ഇവയെ കാണാം. മാനിന്റെ കൊമ്പുകളോട് സാമ്യമുള്ള താടിയെല്ലുകളിൽ നിന്നാണ് ഈ വണ്ടുകൾക്ക് ഈ പേര് ലഭിച്ചത്. ആൺവണ്ടുകൾ 35 മുതൽ 75 മില്ലിമീറ്റർ വരെ വളരും. അതേസമയം പെൺവണ്ടുകൾ അല്പം ചെറുതായിരിക്കും. ഏകദേശം 2 മുതൽ 6 ഗ്രാം വരെ ഭാരവും 3 മുതൽ 7 വർഷം വരെ ശരാശരി ജീവിത കാലയളവും ഇവയ്ക്കുണ്ട്. പ്രദേശത്തിനും ഇണയ്ക്കും വേണ്ടി എതിരാളികളോട് പോരാടാൻ ആൺവണ്ടുകൾ അവയുടെ വലിയ താടിയെല്ലുകൾ ഉപയോഗിക്കുന്നു. അതേസമയം പെൺവണ്ടുകൾക്ക് ചെറുതും എന്നാൽ ശക്തവുമായ താടിയെല്ലുകളാണുള്ളത്. ഇവയ്ക്ക് വേദനാജനകമായ കടിയേൽപ്പിക്കാനും കഴിവുണ്ട്. സ്റ്റാഗ് വണ്ടുകളുടെ പല ഇനങ്ങളും വളരെ അപൂർവമാണ്. വനനശീകരണവും ആവാസ വ്യവസ്ഥയുടെ നാശവും ഇവയുടെ നശീകരണത്തിന് കാരണമാകുന്നു. ലണ്ടനിലെ തേംസ് വാലി പോലുള്ള സ്ഥലങ്ങൾ ഈ വണ്ടുകളുടെ ചുരുക്കം ചില സുരക്ഷിത സ്ഥലങ്ങളിൽ ഒന്നാണ്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ സ്റ്റാഗ് വണ്ട് സ്റ്റാറ്റസ് ചിഹ്നം കൂടിയാണ്. 3 ലക്ഷത്തിലധികം ആളുകൾ ഇവയെ ശേഖരിക്കുന്നുണ്ട്. പല ഏഷ്യൻ സംസ്കാരങ്ങളിലും സ്റ്റാഗ് വണ്ടുകൾ ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചിലർ അവകാശപ്പെടുന്നത് ഈ വണ്ടുകളെ സ്വന്തമാക്കുന്നത് പെട്ടെന്ന് സമ്പത്തുണ്ടാക്കുമെന്നാണ്. മധ്യകാല യൂറോപ്പിൽ ഇവയെ മിന്നലുമായും തീയുമായും ഒക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പരമ്പരാഗത മരുന്നുകളിൽ സ്റ്റാഗ് വണ്ടുകളെ ഉപയോഗിക്കാറുണ്ടെന്നും ചില സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ കൃത്യമായ ഉപയോഗങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. സ്റ്റാഗ് വണ്ടുകളെ വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. 2 മുതൽ 5 വർഷം വരെ ലാർവ ഘട്ടത്തിൽ ഇവ തുടരും. പ്രായപൂർത്തിയായാൽ കുറച്ചു മാസങ്ങൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ലാബുകളിലോ നിയന്ത്രിത പരിസ്ഥിതികളിലോ അവയെ പ്രത്യുൽപാദിപ്പിക്കുന്നത് ചെലവേറിയതും സമയമെടുക്കുന്നതുമായ ഒരു കാര്യമാണ്. സ്റ്റാഗ് വണ്ടുകൾ ആവാസ വ്യവസ്ഥയിലും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ജീർണിച്ചുകൊണ്ടിരിക്കുന്ന തടിയാണ് ഇവയുടെ ഭക്ഷണം. അതിനാൽ ഇവയെ പരിസ്ഥിതി സൗഹൃദ പ്രാണികളായി കണക്കാക്കുന്നു. UK പോലുള്ള സ്ഥലങ്ങളിൽ ഇവയെ വിൽക്കുന്നത് നിയമവിരുദ്ധവുമാണ്.